ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് കേറ്ററ്റ് എക്സാമിന് EVSൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്ക് നോക്കാം. ഭൂമിയുടെ അന്തരീക്ഷ പാളികൾ. ഭൂമിയുടെ അന്തരീക്ഷ പാളികൾ എന്ന ടോപ്പിക്ക് കേറ്ററ്റ് എക്സാം മാത്രമല്ല, കേറ്ററ്റ് എക്സാമിൽ കാറ്റഗറി 1, 2 അതുപോലെ തന്നെ ടീച്ചിങ് ബേസ്ഡ് ആയിട്ടുള്ള മറ്റെല്ലാ എക്സാംസും അതുപോലെ PSC ഉൾപ്പെടെ വരുന്ന എല്ലാ എക്സാമുകളിലും ഈ ഒരു ടോപ്പിക്ക് ചോദിക്കുന്നതാണ്, ഭൂമിയുടെ അന്തരീക്ഷ പാളികൾ. അതുമാത്രമല്ല, നമുക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും സയൻസ് പ്ലസ് EVSൽ നിന്ന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ കേറ്ററ്റ് ബേസ് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ അന്തരീക്ഷ പാളികൾ. ആദ്യത്തെ പാളി എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ ആണ് എന്ന് നമുക്കറിയാം. ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷ പാളികൾ. ആദ്യത്തെ പാളി ട്രോപ്പോസ്ഫിയർ, ജീവൻ നിലനിൽക്കുന്ന പാളി. ജീവൻ നിലനിൽക്കുന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഉയരം നോക്കുകയാണെങ്കിൽ ഭൂനിരപ്പിൽ നിന്ന് ഏകദേശം 8 മുതൽ 18 കിലോമീറ്റർ വരെ കാണപ്പെടുന്നു. കാലാവസ്ഥയാണെങ്കിലോ അന്തരീക്ഷത്തിലെ മഴ, മഞ്ഞ്, ഇടിമിന്നൽ, മേഘങ്ങൾ എന്നിവയെല്ലാം രൂപപ്പെടുന്നത് ഈ പാളിയിലാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാലാവസ്ഥാ വ്യതിയാനങ്ങളെല്ലാം നടക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെല്ലാം നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ജീവൻ നിലനിൽക്കുന്ന പാളിയാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളായിട്ടുള്ള മഴ, മഞ്ഞ്, ഇടിമിന്നൽ, മേഘങ്ങൾ, കാറ്റ് തുടങ്ങിയ കാലാവസ്ഥാ വ്യതിയാനങ്ങളെല്ലാം തന്നെ ട്രോപ്പോസ്ഫിയറിലാണ് നടക്കുന്നത്. നെക്സ്റ്റ്, താപനില. മുകളിലേക്ക് പോകുന്തോറും താപനില ക്രമമായി കുറയുകയാണ് ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറിൽ. മുകളിലേക്ക് പോകുന്തോറും താപനില ക്രമമായി കുറയുകയാണ് ചെയ്യുന്നത്. വാതക സാന്ദ്രതയാണെങ്കിൽ അന്തരീക്ഷത്തിലെ ആകെ വാതകങ്ങളുടെ 80% ഈ പാളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആകെ വാതകങ്ങളുടെ 80% ട്രോപ്പോസ്ഫിയർ എന്ന പാളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ട്രോപ്പോസ്ഫിയർ ജീവൻ നിലനിർത്തുന്ന അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കുന്ന പാളി. അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മുഴുവൻ രൂപപ്പെടുന്നത് ഈ ഒരു പാളിയിലാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, അതൊക്കെ ഓർത്തു വെക്കുക. നെക്സ്റ്റ്, സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വരുമ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ എന്താണ്? മേഘങ്ങളോ കാലാവസ്ഥാ വ്യതിയാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ജെറ്റ് വിമാനങ്ങൾക്ക് സുരക്ഷിതമായി പറക്കാൻ ഏറ്റവും അനുയോജ്യമായ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. കാരണം അവിടെ അന്തരീക്ഷത്തിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളോ മേഘങ്ങളോ അത്തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ജെറ്റ് വിമാനങ്ങൾക്ക് സുരക്ഷിതമായി പറക്കാൻ ഏറ്റവും അനുയോജ്യമായ പാളി. ഉയരമാണെങ്കിൽ ട്രോപ്പോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന പാളിയാണ്. അതുപോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഓസോൺ പാളി, അല്ലെ? സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ, UV കിരണങ്ങളെ തടഞ്ഞു നിർത്തുന്നത് ഓസോൺ പാളിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഓസോൺ പാളി സൂര്യനിൽ നിന്നുള്ള മാരകമായ അൾട്രാവയലറ്റ് UV രശ്മികളെ തടഞ്ഞു നിർത്തുന്ന ഓസോൺ പാളി ഇവിടെയാണ് കാണപ്പെടുന്നത്. താപനിലയാണെങ്കിൽ മുകളിലേക്ക് പോകുന്തോറും ഇവിടെ താപനില കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ്? ഇതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന്, ഇവിടെ ജെറ്റ് വിമാനങ്ങൾക്കൊക്കെ അല്ലെ വളരെ സുരക്ഷിതമായി പറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓസോൺ പാളി കാണപ്പെടുന്നു. സൂര്യനിൽ നിന്നുള്ള മാരകമായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്ന പാളിയാണ് ഓസോൺ പാളി. അത് കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. നെക്സ്റ്റ് ആണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഏറ്റവും തണുപ്പേറിയ പാളി. ഇപ്പൊ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഏറ്റവും തണുപ്പേറിയ പാളി. ഉയരമാണെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 കിലോമീറ്റർ വരെ സ്ഥിതി ചെയ്യുന്നു. കുറഞ്ഞ താപനില. അന്തരീക്ഷത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പാളിയാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ താപനില -100°C വരെ താഴാറുണ്ട്. കുറഞ്ഞ താപനില. നമ്മൾ പറഞ്ഞിരുന്ന ഏറ്റവും തണുപ്പേറിയ പാളിയാണ് മീസോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പാളി. അതുകൊണ്ട് തന്നെ താപനില -100°C വരെ താഴാറുണ്ട്. ഉൽക്കകൾ, ഇത് മെയിൻ പോയിന്റ് ആണ്. ഈ ഒരു പാളിയെ കുറിച്ച് പഠിക്കുമ്പോൾ, മീസോസ്ഫിയർ എന്ന് പറയുന്ന അന്തരീക്ഷ പാളിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും തണുപ്പേറിയ പാളിയാണെന്നും -100°C വരെ താഴാറുണ്ടെന്നും, അതുപോലെ തന്നെ ഉൽക്കകൾ, ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് വരുന്ന ഉൽക്കകൾ കത്തിയമരുന്നത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ്. അത് ഭൂമിയിലേക്ക് വീഴാതെ കാത്തു സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വീഴാതെ സംരക്ഷിക്കുന്നത് ഈ പാളിയാണ്. ഈ പാളിയിൽ വെച്ച് ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക്
വരുന്ന ഉൽക്കകൾ ഈ പാളിയിൽ വെച്ച് കത്തിയമർന്ന് അതിന്റെ അവശിഷ്ടങ്ങളെല്ലാം അവിടെ വെച്ച് തന്നെ ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഉൽക്കകൾ കത്തിയമരുന്നു. കുറഞ്ഞ താപനില, ഏറ്റവും തണുപ്പേറിയ പാളി -100 -100 വരെ എന്താണ് താപനില താഴാറുണ്ട്. ഫോർത്ത് വൺ ഈസ് തെർമോസ്ഫിയർ ആണ് അല്ലെ. തെർമോസ്ഫിയർ റേഡിയോ. അപ്പൊ നിങ്ങൾ ഓർക്കുക, തെർമോസ്ഫിയർ റേഡിയോ തരംഗങ്ങളുടെ പാളിയാണ്. റേഡിയോ തരംഗങ്ങളുടെ പാളി. ഉയരമാണെങ്കിൽ മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ. അയണോസ്ഫിയർ, ഈ പാളിയുടെ താഴത്തെ ഭാഗം അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നു. അപ്പൊ അയണോസ്ഫിയർ തെർമോസ്ഫിയറുമായി ബന്ധപ്പെട്ട പദമാണ്. ചിലപ്പോൾ ചോദിക്കും തെർമോസ്ഫിയറുമായി ബന്ധപ്പെട്ടത് ഇതിലേത്, അല്ലെങ്കിൽ അയണോസ്ഫിയർ ഏത് പാളിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ തെർമോസ്ഫിയർ എന്ന് പറയുന്ന പാളിയുടെ താഴത്തെ ഭാഗമാണ് അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഇവിടെയുള്ള അയോണുകൾ ഭൂമിയിൽ നിന്നുള്ള റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് വയർലെസ് ആശയവിനിമയം സാധ്യമാക്കുന്നു. ഇപ്പൊ റേഡിയോ തരംഗങ്ങളുടെ പാളിയാണ് തെർമോസ്ഫിയർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അയോണുകൾ അല്ലെ, ഇവിടെയുള്ള അയോണുകൾ ഭൂമിയിൽ നിന്നുള്ള റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ചിട്ട് വയർലെസ് ആശയവിനിമയം സാധ്യമാക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകതകൾ എന്തൊക്കെയാ? മുകളിലേക്ക് പോകുന്തോറും താപനില വളരെ വേഗത്തിൽ വർദ്ധിക്കുന്നു. ഏറ്റവും പുറത്തെ പാളിയിലേക്ക് എത്തി നമ്മൾ. ഇപ്പൊ താപനില വളരെ വേഗത്തിൽ വർദ്ധിക്കുന്നു. മനോഹരമായ അറോറ, ധ്രുവദീപ്തി പ്രതിഭാസം ഇവിടെയാണ് ദൃശ്യമാകുന്നത്. ധ്രുവദീപ്തി പ്രതിഭാസം, അറോറ ഇവിടെയാണ് ദൃശ്യമാകുന്നത്. ഫിഫ്ത്ത് വൺ, ഏറ്റവും ലാസ്റ്റ് വൺ ആണല്ലേ എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഏറ്റവും പുറമേയുള്ള പാളിയാണ് എക്സോസ്ഫിയർ. അതുപോലെ തന്നെ 400 കിലോമീറ്ററിന് മുകളിലേക്ക് ബഹിരാകാശവുമായി ലയിക്കുന്ന ഭാഗം. ഉപഗ്രഹങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ പലതും ഭ്രമണം ചെയ്യുന്നത് ഈ പാളിയിലാണ്. കാരണം ഏറ്റവും പുറമേയുള്ള പാളിയാണല്ലോ. അപ്പൊ കൃത്രിമ ഉപഗ്രഹങ്ങളെല്ലാം ഭ്രമണം ചെയ്യുന്നത് എവിടെയാണ്? എക്സോസ്ഫിയറിലെ ഏറ്റവും പുറമേയുള്ള പാളിയിലാണ്. ഏറ്റവും പുറമേയുള്ള പാളിയായിട്ടുള്ള എക്സോസ്ഫിയറിൽ. വാതകങ്ങളാണെങ്കിലോ വായു വളരെ നേർത്തതാണ്. ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയ വളരെ ഭാരം കുറഞ്ഞ വാതകങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. അപ്പൊ ഹൈഡ്രജൻ, ഹീലിയം ഒക്കെ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകങ്ങളാണല്ലേ. ഇതെല്ലാം കാണപ്പെടുന്നത് എക്സോസ്ഫിയറിലാണ്. ഇനി ഒറ്റ നോട്ടത്തിൽ ഒരു ക്വിക്ക് റിവിഷൻ നടത്തുകയാണെങ്കിൽ പാളി പ്രധാന പ്രത്യേകത പരീക്ഷാ ചോദ്യം എന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയർ കാണുമ്പോൾ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നീ അന്തരീക്ഷ പാളികളാണ്. ട്രോപ്പോസ്ഫിയർ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാകുന്ന പാളിയാണെന്ന് ഓർക്കുക. മഴ, മേഘങ്ങൾ, ഇടിമിന്നൽ, കാറ്റ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു അവിടെ. സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വരുമ്പോൾ ജെറ്റ് വിമാനങ്ങൾ അല്ലെ, അവിടെ നമ്മൾ പറഞ്ഞിരുന്നു മേഘങ്ങളോ കാലാവസ്ഥാ വ്യതിയാനങ്ങളോ ഇല്ല, അതുകൊണ്ട് ജെറ്റ് വിമാനങ്ങൾക്ക് സുരക്ഷിതമായി പറക്കാം. ഓസോൺ പാളി അല്ലെ, ഓസോൺ പാളി അവിടെ സ്ഥിതി ചെയ്യുന്നു. കൂടാതെ യു വി രശ്മികളെ പ്രതിരോധിക്കുന്നു. യു വി രശ്മികളെ പ്രതിരോധിക്കുന്നത് ആരാണ്? ഓസോൺ പാളിയാണ്. യു വി രശ്മികളെ പ്രതിരോധിക്കുന്നത് ഓസോൺ പാളിയാണ്. ആ ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അതുകൊണ്ട് തന്നെ യു വി രശ്മികളെ ഭൂമിയിലേക്ക് വരാതെ പ്രതിരോധിക്കുന്നു. മീസോസ്ഫിയർ, ഉൽക്കകൾ അല്ലെ, ബഹിരാകാശത്ത് നിന്നുള്ള ഉൽക്കകൾ കത്തിയമരുന്നു. ഏറ്റവും തണുപ്പേറിയ പാളി 100% -100% വരെ താഴാറുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. താപനില. തെർമോസ്ഫിയറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ റേഡിയോ തരംഗങ്ങൾ അല്ലെ, അയണോസ്ഫിയറിലെ അറോറ, ധ്രുവദീപ്തി ഇതെല്ലാം പറഞ്ഞാണ്. അയോണുകളാണ് റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. എക്സോസ്ഫിയറിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പുറമേയുള്ള ഭാഗം കൃത്രിമ ഉപഗ്രഹങ്ങൾ അല്ലെ, കൃത്രിമ ഉപഗ്രഹങ്ങളെല്ലാം ഭ്രമണം ചെയ്യുന്നത് എവിടെയാണ്? ഏറ്റവും പുറമേയുള്ള പാളിയിലാണ്. അപ്പൊ ഒരു ക്വിക്ക് റിവിഷനും കൂടി നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്മാർട്ട് ട്രിക്ക് നമുക്ക് നോക്കാം. ഒരു മെമ്മറി കോഡ്, അന്തരീക്ഷ പാളികളുടെ ക്രമം താഴെ നിന്ന് മുകളിലേക്ക് എളുപ്പത്തിൽ ഓർക്കാൻ ഈ വാചകം പഠിക്കാം. ഏത് വാചകം? ട്രസ്റ്റ്, സ്മാർട്ട്, മെൻ ദി എക്സ്പേർട്സ്. എന്താണ്? ട്രസ്റ്റ്, സ്മാർട്ട്, മെൻ ദി എക്സ്പേർട്ട്. ട്രസ്റ്റ് ട്രോപ്പോസ്ഫിയർ, സ്മാർട്ട് സ്ട്രാറ്റോസ്ഫിയർ, മെൻ മീസോസ്ഫിയർ, ദ തെർമോസ്ഫിയർ, എക്സ്പേർട്ട് എന്ന് പറയുന്നിടത്ത് നമ്മൾ എക്സോസ്ഫിയറും പഠിക്കും. അപ്പോൾ നമ്മളിത് നോക്കിയത് ഭൂമിയിലെ അന്തരീക്ഷ പാളികൾ എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ. ഇനിയും ഇതുപോലുള്ള വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്